friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകും മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 3 മുട്ടക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചോ ഫോർക്ക് കൊണ്ടോ മിക്സിയിലിട്ടിട്ടോ എങ്ങനെ ആയാലും നിങ്ങളുടെ കയ്യിൽ പോലെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ടൈറ്റായിട്ട് വരുന്നത് കാണാം. നന്നായിട്ട് പഞ്ചസാര അലിയിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത്. പല ഫ്ലേവറിലും ഈ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഏലക്കായയുടെ ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി കൂടി ഇട്ടുകൊടുത്ത് നമ്മുടെ ബീറ്റർ ഒന്ന് ലോ ആക്കിയിട്ട് മിക്സാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് മിക്സാക്കി എടുക്കാം. മൈദപ്പൊടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് അതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്കിനുള്ള ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് കൈ കൊണ്ട് തട്ടി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ലെവലായിട്ട് വരും. എന്നിട്ട് ഇത് ഒരു 30 മിനിറ്റ് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ചൂട് കൂടിപ്പോവരുത്. ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ടോ മൂടി വെച്ചിട്ടോ വയ്ക്കുക. 30 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തുറന്ന് നോക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് പൊന്തി വന്നത് താണത് പോവും. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. അപ്പോൾ മനസ്സിലാവും കേക്ക് വെന്തിട്ടുണ്ടോ എന്ന്. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.